ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അടിപൊളി ഒരു ചെമ്മീൻ കറി ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു കറി കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് ചെമ്മീനൊക്കെ കിട്ടിയാണ്ടല്ലോ നമ്മൾ പറയില്ലേ, കുറച്ച് ഒരു 200 രൂപയൊക്കെ അടിച്ചാലും ഒരു 50 രൂപേൻ്റെ ചെമ്മീനേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ആക്കിയാൽ അപ്പോൾ നമ്മൾ ചെമ്മീനില്ലെങ്കിലും നമ്മൾ ഒരു ഇത്തിരി ചെമ്മീനുണ്ടെങ്കിലും ഒത്തിരി കറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുമായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ ഞാൻ ഒരു 150 രൂപ 100 രൂപക്കൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതൊരാഴ്ച എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ, അതുപോലെ തന്നെ നീണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 2 മുള്ളനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എന്താ, ഒരു മുറി തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞളും, ഒരു നുള്ളോളം നല്ല ജീരകവും, പിന്നെ 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2-3 വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് ഗ്യാസിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കുക കേട്ടോ. നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കണ്ട, ആവശ്യത്തിന് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒന്നുകൊണ്ട് വറുത്ത് അടിച്ചെടുക്കുക കേട്ടോ, വെള്ളം ഒഴിക്കാതെ. അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേന് നമ്മളിതാ അടുപ്പത്ത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് പിസ്കിയൊന്നും ഒഴിച്ച് കൊടുത്തോളി. നമുക്ക് അങ്ങനെ കേട്ടോ, ഉള്ളത് കൊണ്ട് വേണം പോലെ ഉള്ളത് കൊണ്ട് കുറേശ്ശെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 4-5 വെളുത്തുള്ളിയും 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ ഒരു ചട്ടി തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടായിരിക്കും നിങ്ങളെന്നും എൻ്റെ ചട്ടി കണ്ട് മടുത്തെന്ന് പറയരുതേ. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ഗുമ്മുള്ളേ. മറ്റേ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇങ്ങനെ വെക്കുന്നത് കാണില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയൊരു തക്കാളീനെ. അപ്പോൾ ആ ഉണ്ടപ്പം തക്കാളീനെ മുറിച്ചിട്ട് പീസാക്കി അത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ചോറൊക്കെ വെന്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. അതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരക്കണയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അങ്ങനെ എല്ലാ കൂട്ടും ചേർന്നിട്ട് എല്ലാ പൊടികളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളുടെ ഈ തക്കാളിയും എല്ലാം കൂടിയിട്ട് അടിപൊളിയായി സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങ ഒക്കെ മിക്സിയിലിട്ട് അടിച്ചു വന്നിട്ടുണ്ട്, വേറെ ആരുമില്ല കേട്ടോ, ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട്ടില്ലേ, അത് നമ്മുടെ കറി ഈ മസാല കൂട്ടി വെച്ച് അതിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കുക. ചിലരിങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് കൂട്ടരുത്, അങ്ങനെ തന്നെ നമ്മൾ കറി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് കരുതി, ഏതായാലും ചെമ്മീൻ കുറവല്ലേ, നമുക്കൊരു 4 വെണ്ടയ്ക്ക എടുത്തിട്ട് നമുക്ക് ഈ കറിയിലൊന്ന് ഇട്ടാലോ. വെണ്ടയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കായല്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കുക. പച്ചക്കായും നമ്മളെ ചെമ്മീനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴേക്ക് ഞാൻ നമ്മുടെ വെണ്ടക്കായും ഒക്കെ ഒന്ന് വാരിക്കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്, നമ്മുടെ മീനും ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ കറി അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ മീനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഒന്ന് വേവണം കേട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം തന്നെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ മീനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇടാൻ മാത്രം ഉണ്ടോ ചോദിച്ചാൽ ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3-4 പേരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അത്ര മീനൊക്കെ കുറവ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്ത് മീനാണെന്നൊന്നും കരുതരുതേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ ഞാനിതതിന് വെണ്ടക്കായും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്കായ ഇട്ട് കൊടുക്കാണ്ട് വെച്ചിരിക്കണം. അതിലൊരു സവാളയും എടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അങ്ങനെ കുറേ നേരം എന്ന് വെച്ചാൽ കുറേ മണിക്കൂറൊന്നുമില്ല കേട്ടോ, ഒരമണിക്കൂർ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഗ്യാസും വേണേ. അപ്പോൾ ഞാൻ ഒന്ന് തട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കണ്. കാണാൻ എന്ത് ചെയ്യലാണല്ലേ, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.